സാർ നമസ്കാരം. നമസ്കാരം. CPM എന്ന പാർട്ടിക്ക് ഇത് ശനിദശയുടെ കാലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറയുന്നിടത്ത് അവിടെ മറ്റേതെങ്കിലും ഒരു സുപ്രീം പവറിനെ അവർ കാണുന്നില്ല. ഈശ്വരനെയോ അല്ലെങ്കിൽ ശനീശ്വരനെയോ ശനിദശയോ ജ്യോതിഷത്തെയോ ഒന്നും അവർ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഞാൻ പറഞ്ഞതാണ്, അതാണ് അവരുടെ ഒരു അവസ്ഥ. കാരണം പിണറായി വിജയൻ്റെ ദയനീയമായ പതനം, CPM എന്ന പാർട്ടി 2 വട്ടം കേരളം ഭരിച്ചു, വീണ്ടും 3-ാം വട്ടം ഭരിക്കുമെന്ന് കാത്തിരിക്കുമ്പോഴാണ് 35 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി കൂപ്പുകുത്തുന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ സ്വന്തം വോട്ട് കൂടി ചെയ്ത് മേടിച്ചെടുക്കുന്ന, കടിപിടി കൂടി മേടിച്ചെടുക്കുന്ന ഒരു കാഴ്ച. എല്ലാ അർത്ഥത്തിലും പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ കുടുംബത്തെയും പ്രതിരോധത്തിലാഴ്ത്തിക്കൊണ്ട് EDയുടെ അന്വേഷണം പിണറായി വിജയൻ്റെ കുടുംബത്തിന് നേരെ വരുന്നു. വീണ വിജയൻ ഏത് നിമിഷവും അറസ്റ്റിലായേക്കാം എന്ന തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നു. സുപ്രീം കോടതിയിൽ പിണറായി വിജയനെതിരെയുള്ള ലാവ്ലിൻ കേസ് നിലവിലിരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള BJPയുടെ സഹായം പിണറായി വിജയന് കിട്ടുന്നില്ല എന്നുള്ള, പഴയതുപോലെ കിട്ടുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്നിപ്പോൾ പാലക്കാട് ഈ കഴിഞ്ഞ, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 25, 26, 27 തീയതികളിലായി പാലക്കാട് DYFI ജില്ലാ സമ്മേളനം നടക്കുന്നു. ഈ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്ന ഒരു കാര്യം, CPM എന്ന പാർട്ടിയെ, ഇടതുപക്ഷത്തെ തോൽപ്പിച്ചതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും പിണറായി വിജയൻ എന്ന നേതാവിനും തന്നെയാണ്. കൂടെ MV ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിക്കും തന്നെ. മാറിയ കാലത്തിൻ്റെ ചിന്താഗതികൾ തിരിച്ചറിയാൻ സാധിക്കാതെ പിണറായി വിജയൻ എന്ന നേതാവ് ഏതോ ഒരു യുഗത്തിൻ്റെ വക്താവായി നിന്നുകൊണ്ട് ജനങ്ങളിൽ നിന്നും ഈ പാർട്ടിയെ അകറ്റി എന്നാണ് DYFI ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു കേട്ടത്. മാറിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനാവാതെ പിണറായി വിജയൻ ഇപ്പോഴും പഴയ ഏതോ യുഗത്തിൽ നിന്നുകൊണ്ട് പാർട്ടിയെ നയിക്കുമ്പോൾ അത് പാർട്ടി അണികൾക്ക്, പാർട്ടി യുവതയ്ക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ 2026 തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ പിണറായി വിജയനും MV ഗോവിന്ദനും പലപ്പോഴും തെറ്റുപറ്റി. കണ്ണൂരിലും പയ്യന്നൂരിലും തളിപ്പറമ്പിലുമെല്ലാം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ അവിടെ സ്വജന പക്ഷപാതം കാണിച്ചു. ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. അതും പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റി. അപ്പോൾ ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക്, കമ്മ്യൂണിസ്റ്റ് ജീവിതചര്യകൾക്ക് നിരക്കാത്ത രീതിയിലുള്ള ജീവിതശൈലിയും ആഡംബരത്വവും, ജനങ്ങളോട് സംസാരിക്കുന്ന ഭാഷയിൽ പോലും മര്യാദയില്ലാതെയുള്ള പെരുമാറ്റവും ഭാഷയും കൊണ്ട് തന്നെ ജനങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. അതുകൊണ്ട് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു പോകണം എന്ന് തന്നെയാണ് DYFI ഇപ്പോൾ നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. 27-ാം തീയതി അവരുടെ ഈ ജില്ലാ സമ്മേളനം തീരുന്ന ദിവസം തന്നെയാണ്. ഈ ദിവസങ്ങളിൽ വളരെ നിർണായകമായ പൊട്ടിത്തെറികളാണ് പാർട്ടി നേതൃത്വത്തിന് നേർക്ക് CPMൻ്റെ യുവജന പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന DYFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് തന്നെയാണ് CPMൻ്റെ പരാജയ അവലോകന യോഗങ്ങളിൽ പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും എല്ലാം പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇവരാണ് പാർട്ടിയെ ഇത്ര ദയനീയമായ രീതിയിൽ തോൽപ്പിച്ചത് എന്ന് പറഞ്ഞു. ഇനി ഇവർ ഈ പാർട്ടിയിൽ നിന്ന് മാറണം, തിരുത്തേണ്ടവർ തിരുത്തണം, മാറേണ്ടവർ മാറണം എന്നൊക്കെ പറഞ്ഞിട്ടും ജില്ലാ ഘടകത്തിൻ്റെ, ബ്രാഞ്ച് തലത്തിൻ്റെ, സംസ്ഥാന സമിതിയുടെ എല്ലാം ഇത്തരം അവകാശങ്ങളും ആരോപണങ്ങളും വെട്ടിമാറ്റിക്കൊണ്ട് നേതൃത്വത്തിന് തെറ്റുപറ്റിയിട്ടില്ല. പാർട്ടിക്ക് കൂട്ടായ ഉത്തരവാദിത്വമാണ് തോൽവിക്കുണ്ടായത്. അതുകൊണ്ട് താഴെത്തട്ടിലേക്ക് അയച്ച റിപ്പോർട്ടുകളിൽ പാർട്ടി കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് താഴെ ഘടകങ്ങൾ സമ്പൂർണ്ണമായ രീതിയിൽ കൂടുതൽ പുനഃസംഘടന വരുത്തണം, ആർജവത്തോടുകൂടി പ്രവർത്തിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. നേതൃത്വം മാറേണ്ടതില്ല, നേതൃത്വത്തിന് തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിന് കൃത്യമായ മറുപടി ഇപ്പോൾ DYFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. പിണറായി വിജയൻ മാറി നിൽക്കണം, ഇറങ്ങിപ്പോടോ അല്ലെങ്കിൽ കടക്ക് പുറത്ത് എന്നവർ പറയുന്നില്ല എന്ന് മാത്രമാണ്. എന്താണ് സാറ്, എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? അതായത് 2005 ഫെബ്രുവരിയിലൊക്കെ ക്രൈമിൽ ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്തകനാണ് പിണറായി വിജയൻ. ത്രിപുരയിലും അതേപോലെ ബംഗാളിലും പാർട്ടി തകർന്നതുപോലെ കേരളത്തിലും പാർട്ടിയെ തകർക്കും. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഒരു ബൂർഷ മുതലാളിയാണ്. അദ്ദേഹം ഇതിനുള്ളിൽ കടന്നു കയറി അതിനെ എല്ലാവിധത്തിലും തകർക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. ഇപ്പോൾ പാർട്ടിയെ ഉപയോഗിച്ച് അദ്ദേഹം പാർട്ടിയെ മറയാക്കിക്കൊണ്ട് അദ്ദേഹം തട്ടിപ്പുകൾ നടത്തുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പാർട്ടിയെ പിന്നീട് ഭരണത്തെ ഉപയോഗിച്ച് അദ്ദേഹം 10 വർഷം ഭരിച്ചപ്പോൾ ഭരണത്തെ മറയാക്കിയിട്ടും അതേപോലെ പാർട്ടിയെ മറയാക്കിയിട്ടും അദ്ദേഹം കൊള്ള ചെയ്തു എന്നുള്ളതാണ് പിന്നീട് ഞാൻ കൊണ്ടുവന്നത്. അതിനുള്ള തെളിവുകളാണ് പിന്നീട് ഓരോന്നോരോന്നായി പുറത്തു വന്നത്. നമുക്കറിയാം, സ്വർണ്ണക്കടത്ത്, നയതന്ത്ര പാക്കേജിലൂടെ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്,
അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, കരിമണൽ കടത്തിയമാരുടെ കേസ്, AI ക്യാമറ വിവാദം തുടങ്ങിയ നിരവധി കേസുകളാണ്. എന്തിന് കേരളയിൽ എന്നുള്ള പദ്ധതി 1,00,000 കോടി രൂപയുടെ പദ്ധതിയായിട്ട് അദ്ദേഹം കൊണ്ടുവന്നത്. അതിൽ ഒരു 25% കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 25,000 കോടി രൂപ തട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ പരിപാടി തുടങ്ങിയത് തന്നെ. എവിടെയും എത്തില്ല പരിപാടി, പക്ഷേ അദ്ദേഹം പണം തട്ടാൻ പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് CPM എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിങ്ങിനെ തന്നെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ സ്ഥലവും വളരെ ന്യൂനപക്ഷമാണ്. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വാർഡുകളിലുമുണ്ട്. ഇത് ഗുണ്ടാ സംഘമാണ്. ഓരോ അധികാര സ്ഥാനങ്ങളിൽ ഇവർക്ക് ആളുണ്ടാവും. പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും റവന്യൂ വകുപ്പിലാണ് ഒരാളുണ്ടാവും. ഇവരെല്ലാവരും കൂടെ അവരാണ് ഭരിക്കുന്നത്. പോലീസ് അന്ന് ആ കാലഘട്ടത്ത് DYSP SP അടക്കം ആ പോലീസുകാരനെ സല്യൂട്ട് ചെയ്യണം. കാരണം അയാളാണ് അവിടെ ഭരിക്കുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന പല കേസുകൾ സെറ്റിൽ ചെയ്യാനും ആ പ്രദേശത്തുള്ള എന്ത് പ്രശ്നം വന്നാലും സംരക്ഷണം കൊടുക്കാനും, തട്ടിപ്പ് നടത്തിയാലും സംരക്ഷണം കൊടുക്കാനും, ആ പ്രദേശത്തുള്ള ഖനനമായാലും മണ്ണ് നികത്തലായാലും പാറ പൊട്ടിക്കുന്നതായാലും അങ്ങനെ എന്ത് പ്രശ്നം വന്നാലും അത് പിണറായി അറിഞ്ഞുകൊണ്ട് സെറ്റിൽമെൻറ്റ് നടത്തും. അതിൻ്റെ ഒരു ഓഹരി അവർ കിട്ടും, ബാക്കി പിണറായി വിജയൻ എത്തും. അങ്ങനെ ഒരു സെറ്റപ്പോട് കൂടി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളെയും എല്ലാ വാർഡുകളെയും ഭരിച്ചിരുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർക്ക് ബന്ധമുണ്ടായിരുന്നില്ല. ഇവർ തടിച്ചു കൊഴുത്ത് മുമ്പത്തെ ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയിലെ പോലെ ഒരു വിഭാഗം തടിച്ചു കൊഴുത്ത് പാർട്ടിയിൽ, മറുഭാഗം 5 പൈസ ഗതിയില്ലാത്ത ആളുകളായി വളർന്നുകൊണ്ടിരുന്നു. പിണറായി വിജയൻ പറയുന്നത് കേട്ട് ഇതാ സോഷ്യലിസം വരാൻ പോവുകയാണ്, ഇതുവരെ കാണാത്ത ഭരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്തു? തട്ടിപ്പും വെട്ടിപ്പും എല്ലാ വിധത്തിലും കൊള്ളയും ചെയ്ത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി കേരളത്തിൽ 5,7 കോടി രൂപ കടത്തിലാക്കിയ ശേഷം അദ്ദേഹം ചെയ്തത് എന്താണ്? വലിയ ബോർഡുകൾ വെച്ചു കേരളത്തിലെ എല്ലാ സ്ഥലത്തും. ഈ ബോർഡുകൾ കണ്ടതോടുകൂടി ജനങ്ങൾ അങ്ങോട്ട് അറപ്പും വെറുപ്പോട് കൂടിയിട്ട് അദ്ദേഹത്തെ കാണുകയും പാർട്ടി അണികൾ തന്നെ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്തു. കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത CPM നേതാവിൻ്റെ യാത്രകൾ തന്നെ പരിശോധിച്ചാൽ മതി. 41 വണ്ടി പോലീസ്, ഫയർ സർവീസ്, ആംബുലൻസ്, ഇടിവണ്ടി മറ്റെല്ലാം കൂടി ആയിട്ടാണ് യാത്ര. അവിടെ ഒരു സ്ഥലത്ത് ഒരു കാര്യം നടക്കുക, അവിടെ ജനങ്ങളെ ബന്ദിയാക്കിയും കൊണ്ടാണ് യാത്ര. ഒരു ജനകീയനായ മുഖ്യമന്ത്രി, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയായിട്ടല്ല അദ്ദേഹം പ്രവർത്തിച്ചത്. ഈ വിധത്തിൽ പാർട്ടിയിൽ നിന്ന് അണികളിൽ നിന്ന് അദ്ദേഹം അകന്നു. പകരം ഒരു വേറിട്ട ഭീകരനായി മാറി. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പാർട്ടി പ്രവർത്തകർക്ക് പോകാൻ പറ്റില്ല, വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, ഒക്കെ ഇരുമ്പുമാറ പോലെയായിരുന്നു. അവിടെ നടക്കുന്നത് കച്ചവടങ്ങൾ മാത്രമാണ്. അന്താരാഷ്ട്ര ലെവലിലുള്ള കച്ചവടങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനാണ് സ്വപ്ന സുരേഷിനെ കൊണ്ടുവന്നതും അതുപോലെയുള്ള ആളുകളെ വന്നിട്ട് ഇത്തരം തട്ടിപ്പുകൾ നടത്തിയതല്ലാതെ അദ്ദേഹത്തിന് വേറൊന്നുമില്ല. ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യം പോലെ അദ്ദേഹത്തിന് എടുത്ത് പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം മെട്രോ റെയിൽവേ തീർത്തത് എങ്ങനെയാണ്? ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. കണ്ണൂർ എയർപോർട്ട് തീർത്തത് എങ്ങനെയാണ്? ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന് പൂർത്തിയാക്കാൻ വെച്ചൊരു പദ്ധതിയാണ്. അതേപോലെ വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന 5,000 കോടി രൂപയുടെ അവിടെ വലിയ കൊള്ളയാണ്, ലാൻഡ് മാഫിയാണെന്ന് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഏത് രംഗം നോക്കിയാലും അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു അടയാളം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. പകരം ജനങ്ങളെ കൊള്ള ചെയ്തു. ഇത് തിരിച്ചറിഞ്ഞ ജനങ്ങൾ, പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത മാർക്സിസ്റ്റ് പിണറായി വിജയൻ, അണികളെല്ലാം ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അറിയാതെ അദ്ദേഹം അഹങ്കരിച്ചു. പക്ഷേ ജനങ്ങൾ പണി കൊടുത്തു. അന്ന് ക്രൈം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ആരാ വിളിച്ചു പറയുന്നത്? CPMൻ്റെ സാധാരണ അണികൾ. ക്രൈം പറഞ്ഞ കാര്യങ്ങൾ ആരാണ് പറയുന്നത്? DYFIയുടെ അണികൾ. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ പാലക്കാട് ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ പൊട്ടിത്തെറിയിലേക്കാണ് പാർട്ടി പോകുന്നത്. ആ പാർട്ടി അധികം താമസിയാതെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. ബംഗാളിലെ ത്രിപുരയിലേക്കാളും കഷ്ടമായി ഈ പാർട്ടി പൊട്ടിത്തകർന്ന് ഇല്ലാതാകും. അതിൻ്റെ ഒരേ ഒരാൾ ആരാണ് കാരണക്കാരൻ? പിണറായി എന്ന് പറഞ്ഞ 10-28 വർഷക്കാലം കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും കഴിഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ്. നമുക്കറിയാം, ബംഗാളിൽ 35 വർഷം ഭരിച്ചിട്ടാണ് ആ പാർട്ടി ഇല്ലാതായത്. ഇവിടെ 10 വർഷം കൊണ്ട് ആ പാർട്ടി ഇല്ലാതാക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും അതിവിദൂരമല്ലാത്തൊരു ഭാവിയിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയേണ്ടതായി വരും എന്നാണ് DYFI പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കഴിയുമെങ്കിൽ മാറണം എന്നവർ പറയുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ EDയുടെ കേസുമായി ബന്ധപ്പെട്ട് മകൾ വീണ വിജയൻ പ്രതിരോധത്തിലാവുന്നു. അങ്ങനെയെങ്കിൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെങ്കിലും പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടതായി വരും എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ സാറ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ അത്ര വെടിപ്പല്ല എന്ന് കമ്മ്യൂണിസ്റ്റ്
പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന അണികളും പ്രവർത്തകരും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. പിണറായി വിജയൻ എന്ന നേതാവ് എന്തായിരുന്നു നാളിതുവരെ ചെയ്തിരുന്ന പ്രവൃത്തി എന്നുള്ളത് അവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ DYFI പിണറായി വിജയനോട് നേരിട്ട് ഇറങ്ങിപ്പോകാൻ പറയാതെ തന്നെ പറഞ്ഞിരിക്കുന്നു, താങ്കളാണ് പാർട്ടിയുടെ തോൽവിക്ക് ഉത്തരവാദിത്തം, താങ്കൾ മാറിപ്പോകണം, ഇറങ്ങണം എന്ന് പറയുന്ന പോലെ നാളെ ഓരോരോ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളും പിണറായി വിജയനെതിരെ തിരിയും എന്നുള്ളതാണ് ഇതിൻ്റെ സൂചനയായി മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം നന്ദകുമാർ സാർ പറഞ്ഞതുപോലെ ആഡംബരപ്രിയനാണ്, എപ്പോഴും അധികാരമില്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സ്ഥാനം ഒഴിയുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇരിക്കേണ്ടത് അദ്ദേഹത്തിന് പല കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി BJPയെ ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു വേദിയാക്കാൻ പറ്റും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ BJP വളരുക എന്നുള്ള ലക്ഷ്യമാണ്. പിണറായി വിജയൻ അധികാരത്തിലിരുന്നാൽ മാത്രമേ അതെല്ലാം കഴിയുള്ളൂ, അതേപോലെ കേസുകളെല്ലാം സെറ്റിൽ ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് നടക്കുകയും പിന്നീട് വീണ വിജയനെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള പാർട്ടിയിലുള്ള പിടുത്തമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് രക്ഷയായിട്ടുള്ളത്. വീണ വിജയനെ എൻഫോഴ്സ്മെൻറ്റ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് കാരണം ഇപ്പോൾ BJPയുമായിട്ടുള്ള ധാരണയാണ്. BJPയിൽ ലയിപ്പിക്കുക CPMൻ്റെ എന്നുള്ള കൃത്യമായുള്ള BJP അജണ്ട അദ്ദേഹം നടപ്പിലാക്കും എന്ന് കൃത്യമായി അറിയുന്ന കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിനെ മകളെയും അദ്ദേഹത്തിനെ തൊടാതിരിക്കാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്.